ശരണം വിളികളാൽ മുഖരിതമായ 41 ദിനരാത്രങ്ങൾക്കൊടുവിൽ ശബരിമലയിൽ മണ്ഡല തീർത്ഥാടനത്തിന് പരിസമാപ്തി. അയ്യപ്പ ഭക്തർക്ക് ഇനിയും മകരവിളക്ക് മഹോത്സവത്തിനായുള്ള കാത്തിരിപ്പിന്റെ നാളുകളാണ്. 36 ലക്ഷം ഭക്തരെത്തിയ മണ്ഡല തീർത്ഥാടന കാലത്തിലാണ് ഇന്നലെ പരിസമാപ്തിയായത്. നിലയ്ക്കാത്ത ഭക്തജന പ്രവാഹത്തിൽ നിന്നും നടയടച്ച ശേഷമുള്ള ശബരിമല സന്നിധാനത്തെ ചില കാഴ്ചകളിലേക്കാണ്. ഒരിക്കൽ കൂടി അയ്യന്റെ സന്നിധാനത്തെത്താൻ കൊതിക്കാത്തവരുണ്ടോ? ഇനിയും ആ ദിവ്യരൂപം കാണാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ? ശരണമന്ത്രം ജപിക്കാൻ കൊതിക്കാത്ത നാവുണ്ടോ? 41 നാളുകളിൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടെ മലയിറങ്ങിയ ഭക്തരെല്ലാം മനസ്സാൽ ചിന്തിക്കുന്നത് ഇങ്ങനെയെന്നത് പരമാർത്ഥം. നാൽപ്പത്തിയൊന്ന് മണ്ഡല നാളുകൾക്ക് സമാപനം കുറിച്ച് അയ്യന്റെ ഉറക്കുപാട്ട്. ഭസ്മാഭിഷിക്തനായി ഭഗവാൻ തിരുനട അടച്ചതോടെ അയ്യന്റെ തിരുസന്നിധി ശാന്തം. ഭക്തരെല്ലാം മലയിറങ്ങി കാനനവാസനരികിലേക്ക്. കാടും മലയും കാട്ടാറും താണ്ടി ഇനിയും എത്രയോ ഭക്തർ എത്താനിരിക്കുന്നു. അയ്യനെ കാണാൻ തയ്യാറെടുക്കുന്നു. ഭഗവാനെ മനസ്സാൽ ഭജിച്ച് ജീവിക്കുന്നു. കഠിനവ്രതത്തോടെ പൂർവ്വജീവിതത്തിലെ പാപഭാരങ്ങളിൽ നിന്നും മോക്ഷപ്രാപ്തിയിലെത്താൻ എത്രയോ ഭക്തർ ആഗ്രഹിക്കുന്നു. അവരെല്ലാം സന്നിധാനത്തേക്കെത്തുമ്പോൾ തിരക്കൊഴിഞ്ഞ ഈ തിരുസന്നിധി നിമിഷ നേരം കൊണ്ട് ഭക്തരാൽ നിറയും. മകരവിളക്ക് മഹോത്സവത്തിന് ഡിസംബർ 30 വൈകിട്ട് 5 മണിക്ക് നട തുറക്കുന്നതുവരെ അയ്യന്റെ പൂങ്കാവനം തിരക്കൊഴിഞ്ഞ് ശാന്തമായി ഇങ്ങനെ. ഇടമുറിയാതെ ഭക്തജന പ്രവാഹമുണ്ടായ ആ 41 പുണ്യനാളുകൾക്ക് പരിസമാപ്തിയായിരിക്കുന്നു. ഭക്തന്റെ കാത്തിരിപ്പ് ഇവിടെ അവസാനിക്കുന്നില്ല. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുമ്പോൾ ആ ദിവ്യജ്യോതി ദർശിക്കുന്നതിനും തിരുവാഭരണ വിഭൂഷിതനായ ഭഗവാനെ ഒരു നോക്ക് കാണുന്നതിനുമൊക്കെയുള്ള ഭക്തരുടെ കാത്തിരിപ്പിന്റെ നാളുകളാണിനി. മകരവിളക്ക് തീർത്ഥാടനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളി.